വ്യായാമം ചെയ്യുമ്പോൾ എങ്ങനെയാണ് അറ്റാക്ക് വരുന്നത് എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തപ്പോൾ എനിക്ക് വന്നൊരു ചോദ്യമാണ്. നിങ്ങൾ പറയുന്നത് വ്യായാമം ചെയ്യണ്ട എന്നാണോ? അതോടൊപ്പം തന്നെ നമ്മുടെ രക്തക്കുഴലിൽ അടങ്ങിയത് LDL പോലുള്ളതാണെന്ന് പറഞ്ഞപ്പോൾ ഈ LDL ഒരു പ്രശ്നക്കാരനാണോ? സാധാരണ ഡോക്ടേഴ്സ് പറയുന്നുണ്ട് LDL അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കാൻ പാടില്ല, പ്രത്യേകിച്ച് നമ്മുടെ എഗ്ഗിൻ്റെ മഞ്ഞൊക്കെ കഴിക്കാൻ പാടില്ല എന്ന്. ഇത് ശരിയാണോ എന്ന് ചോദിച്ചിട്ട് 2-3 ആൾക്കാർ എനിക്ക് മെസ്സേജ് വിട്ടു. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ വ്യായാമം ചെയ്യാത്തത് കൊണ്ടാണ് നിങ്ങളെ രക്തത്തിൽ ഈ കൊഴുപ്പ് അടിഞ്ഞുകൂടാൻ കാരണം. നിങ്ങൾ നിങ്ങളുടെ കപ്പാസിറ്റി അടിസ്ഥാനത്തിൽ ഒരു മസിൽസിൻ്റെ വോളിയം മാത്രം, അല്ലെങ്കിൽ തടിയുടെ വോളിയം മാത്രം നോക്കാതെ നിങ്ങളുടെ ഇൻറ്റേർണൽ ഫങ്ഷൻ്റെ കപ്പാസിറ്റി നോക്കിയിട്ട് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരു പ്രശ്നവുമില്ല. അതുപോലെ തന്നെ ഈ LDL ഒരു പ്രശ്നക്കാരനല്ല. ഈ LDL എന്ന് പറയുന്നത് ഒരു ഡെലിവറി ബോയ് ആണ്. നമ്മുടെ ബോഡിയിൽ ഏതാണ്ട് 37 ട്രില്യൺ സെല്ലുകളുണ്ട്. ഈ സെല്ലുകൾ നിർമ്മിക്കാനും അതുപോലെ തന്നെ ചില ഹോർമോൺസുകൾ നിർമ്മിക്കാനൊക്കെ നമുക്ക് കൊളസ്ട്രോൾ അത്യാവശ്യമാണ്. അപ്പോൾ ഈ കൊളസ്ട്രോൾ ഉണ്ടാക്കുന്നത് നമ്മുടെ ലിവറിൽ നിന്നാണ്. ഈ ലിവറിൽ നിന്ന് ഈ ആവശ്യമുള്ള ഏരിയയിലേക്ക് അഥവാ സെല്ലിലേക്കൊക്കെ ഈ കൊളസ്ട്രോളിനെ എത്തിക്കുക എന്നതാണ് ഈ LDLൻ്റെ ഒരു ഫങ്ഷൻ. അഥവാ ഒരു ഡെലിവറി ബോയ് ആയിട്ടാണ് ഈ LDL നമ്മുടെ ബോഡിയിൽ വർക്ക് ചെയ്യുന്നത്. ഈ LDL നമ്മുടെ ലിവറിൽ നിന്നും കൊളസ്ട്രോൾ എടുത്തു പോകുന്ന വഴിക്ക് ഈ റോഡിലുണ്ടാകുന്ന കുഴികളെ പോലെ തന്നെ ഈ കുഴിയിൽ വീണിട്ട് ഇത് മരണപ്പെടും. അഥവാ നമ്മുടെ രക്തക്കുഴലിൽ എന്തെങ്കിലും വിള്ളലുണ്ടാകുമ്പോൾ ആ വിള്ളലിൽ നിന്ന് ഈ കൊളസ്ട്രോൾ അടിഞ്ഞുകൂടും. ഈ അടിഞ്ഞുകൂടുന്ന സമയത്ത് ഈ കൊളസ്ട്രോളിനെ എടുത്തു മാറ്റാൻ വേണ്ടിയിട്ട് നമ്മുടെ ബ്ലഡിലുണ്ടാകുന്ന വൈറ്റ് ബ്ലഡ് സെൽ അഥവാ ഇമ്മ്യൂൺ സിസ്റ്റം മാക്രോഫാജസുകൾ വന്ന് ഇതിനെടുത്ത് മാറ്റാൻ നോക്കുമ്പോൾ ഇതിൻ്റെ ബാക്കിൽ തന്നെ അടുത്ത LDL വന്നിട്ട് മറയും. അങ്ങനെ ഇത് അട്ടിക്കട്ടിക്ക് LDLും മാക്രോഫാജസുകളും കൂടി അതൊരു ഫാറ്റായിട്ട് ഒരു കൊഴുപ്പായിട്ട് അവിടെ അടിഞ്ഞുകൂടും. ഇതുപോലെ അടിഞ്ഞുകൂടും. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം LDL അല്ല. LDL പാവം അത് ഡെലിവറി ചെയ്ത് പോവുകയാണ്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം ഈ റോഡ് കുഴിഞ്ഞതും അതുപോലെ തന്നെ ഈ റോഡ് ഉണ്ടാക്കിയ മെറ്റീരിയൽസ് ഒരു പ്രോപ്പർ അല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണ് ഈ റോഡിൻ്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത്. നമ്മൾ ഫാസ്റ്റ് ഫുഡും അതുപോലെ തന്നെ പല കെമിക്കൽസ് ഫുഡുകളും, നമ്മൾ ഈ സൺഫ്ലവർ ഓയിൽ, അതുപോലെ തന്നെ ഒരു ദിവസം ചൂടാക്കിയ എണ്ണ വീണ്ടും ചൂടാക്കുക, ഇതൊക്കെ നമുക്ക് ട്രാൻസ്ഫാറ്റ് നമ്മുടെ രക്തക്കുഴൽ ഡാമേജ് ആവാനും ഓക്സിഡേഷനും ഇൻഫ്ലമേഷനും കൂട്ടാൻ നമുക്ക് സാധ്യത കൂടുതലാണ്. അപ്പം നമ്മൾ നാച്ചുറൽ ഫുഡ് കഴിക്കുന്ന സമയത്ത്, ഹെൽത്തിയായ രീതിയിൽ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമുക്ക് ഈ രക്തക്കുഴൽ മെച്ചപ്പെടാൻ സാധിക്കും. ഈ റോഡ് അഥവാ ഈ രക്തക്കുഴൽ മെച്ചപ്പെടാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് നൈട്രിക് ഓക്സൈഡാണ്. നമുക്ക് ഈ നൈട്രിക് ഓക്സൈഡ് കിട്ടുന്നത് നമുക്ക് പ്രകൃതിയിൽ നിന്നാണ്. നമ്മൾ ബ്രീത്ത് എടുക്കുന്ന സമയത്ത് 78% നൈട്രജനും 21% ഓക്സിജനും കിട്ടും. എന്നാൽ ഈ ബ്രീത്ത് നമ്മൾ വായിലൂടെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ നൈട്രിക് ഓക്സൈഡ് ഭക്ഷണം നടക്കില്ല. അത് മൂക്കിലൂടെ തന്നെ എടുക്കുമ്പോഴാണ് നമുക്ക് ഈ നൈട്രിക് ഓക്സൈഡ് നമ്മുടെ ബോഡിയിലേക്ക് പ്രോപ്പറായി എത്തുന്നത്. ഇത് പറയാൻ കാരണം, നമ്മൾ ബ്രീത്ത് മൂക്കിലൂടെ എടുക്കുന്ന സമയത്ത് ഈ ഒരു ഭാഗത്ത് നമ്മുടെ പാരനസൽ സൈനസ് എന്ന അറയുണ്ട്. ഈ അറയിൽ വെച്ചിട്ടാണ് നമ്മുടെ L-ആർജിനിൻ എന്ന അമിനോ ആസിഡ് കൂടി അതോടൊപ്പം തന്നെ അതിലേക്ക് ഓക്സിജനും ചേർന്നിട്ട് ഈ നൈട്രിക് ഓക്സൈഡ് രൂപപ്പെടുത്തുന്നത്. ഈ നൈട്രിക് ഓക്സൈഡ് പ്രോപ്പറായി നിങ്ങൾ ബ്ലഡിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നിങ്ങളെ എൻഡോത്തീലിയം ലെയർ അഥവാ ഈ റോഡ് ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. പിന്നെ അവിടെ ഇൻഫ്ലമേഷനും മറ്റുള്ള കാര്യങ്ങളും പ്രിവെൻറ്റ് ചെയ്യാൻ ഈ നൈട്രിക് ഓക്സൈഡ് സഹായിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഓക്സിജൻ കിട്ടണമെങ്കിൽ നിങ്ങൾ പ്രോപ്പറായിട്ട് വർക്കൗട്ട് ചെയ്യണം. അതുപോലെ നിങ്ങൾ പൊല്യൂഷൻ കൂടിയ ഏരിയയിൽ ഈ ഹൈവേ റോഡിലൊക്കെ വാക്കിംഗ് ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും ബെറ്റർ നിങ്ങൾ ഈ കാട്ടിലൂടെയും അല്ലെങ്കിൽ ഗ്രാമത്തിലൂടെയും നടക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കെമിക്കൽസുകൾ ശ്വസിക്കാതെ നല്ല ഫ്രഷ് നൈട്രജനും ഓക്സിജനും ശ്വസിക്കാൻ പറ്റും. ഈ നൈട്രിക് ഓക്സൈഡ് കൂടുന്ന സമയത്ത് നിങ്ങളുടെ രക്തക്കുഴൽ സ്ട്രോങ് ആവുകയും അപ്പോൾ നിങ്ങളുടെ സ്ട്രെസ്സിന് അടിസ്ഥാനത്തിൽ നിങ്ങളുടെ രക്തത്തെ പമ്പ് ചെയ്യാൻ സഹായിക്കുകയും ചെയ്യും. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ. ഡെയിലി വ്യായാമം, ഹെൽത്തിയായ ഭക്ഷണം കഴിക്കുക, അൺഹെൽത്തിയായ ഭക്ഷണം ഒഴിവാക്കുക, മാക്സിമം നമ്മൾ സ്ട്രെസ് ഒഴിവാക്കുക. ഇത് തന്നെയാണ് നമ്മുടെ അറ്റാക്കിനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനുള്ള ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്.